ബേസ് 100 വരുന്ന സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷനാണ് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചാലോ. ഫസ്റ്റ് നമുക്കിത് കൺസിഡർ ചെയ്യാം. 100 ബേസ് ആയതുകൊണ്ട് ഈ 83യെ 100ൻ്റെ അകത്തുനിന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 17. 100ൻ്റെ അകത്തുനിന്ന് 82 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 18. സോ ഈ 17നെ ഈ 82ൻ്റെ അകത്തുനിന്ന് കുറയ്ക്കുക, 18നെ 83ക്കകത്തുനിന്ന് കുറയ്ക്കുക. സെയിം ആൻസർ ആയിരിക്കും വരുന്നത്, രണ്ടിലേത് കുറച്ചാലും. ഞാൻ 83ൽ നിന്ന് 18 കുറച്ചു. എനിക്ക് എൻ്റെ ആൻസർ എന്ത് കിട്ടി? 65 കിട്ടി. 65 വരെ എഴുതി. ഇനി ഈ കുറയ്ക്കാൻ ഉപയോഗിച്ച ഈ സംഖ്യ ഈ 18ഉം 17ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 18ഉം 17ഓട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 306 സോ ഇതിനെ തമ്മിലൊന്ന് ആഡ് ചെയ്ത് എഴുതുക. എന്ത് കിട്ടും? 6806. ഇതാണ് 82 × 83ൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത് നമുക്കിത് നോക്കാം. സോ 100ൻ്റെ അകത്തുനിന്ന് 73 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 27. ഓക്കെ, 100ൻ്റെ അകത്തുനിന്ന് 89 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 11. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇതിൽ ഒന്നെങ്കിൽ 73ൽ നിന്ന് 11 കുറയ്ക്കണം, അല്ലെങ്കിൽ 89ൽ നിന്ന് 27 കുറയ്ക്കണം. ഞാൻ 73ൽ നിന്ന് 11 കുറച്ചു. അപ്പോൾ എന്ത് കിട്ടി? എനിക്ക് 62 കിട്ടി. ഓക്കെ, 62ൻ്റെ കൂടെ ഈ മേളിൽ കിടക്കുന്ന രണ്ട് സംഖ്യ, അതായത് നമ്മൾ മൈനസ് ചെയ്ത രണ്ട് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. 11 × 27 എന്ന് പറയുന്നത് 297 ആണ്. 297. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ആഡ് ചെയ്ത് എഴുതണം. 6, 4, 9, 7. ഇതാണ് 89 × 73ൻ്റെ ആൻസർ വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ബാക്കി ഞാനിവിടെ ചെയ്തു പറഞ്ഞു തരാം ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. നേരത്തെ പ്രൊസീജിയർ പോലെ തന്നെ 100ൻ്റെ അകത്തുനിന്ന് ഇത് രണ്ടിനെയും കുറയ്ക്കുക, 62നെയും 92നെയും കുറയ്ക്കുക. ആ മിച്ചം വരുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 100 - 62 എന്ന് പറയുന്നത് 38ഉം 100 - 92 എന്ന് പറയുന്നത് 8ഉം ആണ്. സോ എന്താ ചെയ്യേണ്ടത്? ഈ 8നെ ഈ 62ൻ്റെ അകത്തുനിന്ന് കുറച്ചതിൻ്റെ ബാലൻസ് ആണ് 54 കിട്ടുന്നത്. 38നെ 92ൻ്റെ അകത്തുനിന്ന് 38 കുറച്ചാലും 54 തന്നെയാണ് കിട്ടുന്നത്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അത് കഴിഞ്ഞിട്ട് 31 × 8 അതെന്ന് പറയുന്നത് 304 തമ്മിൽ ആഡ് ചെയ്യുക, 5706 കിട്ടും. ഓക്കെ, അതായത് 5706 ആൻസർ വരുന്നത്. ഇനി അടുത്തത് 89 × 85. ആദ്യം തന്നെ 100ൻ്റെ അകത്തുനിന്ന് കുറയ്ക്കുക. 85ൻ്റെ 15ഉം വരും, 89ൻ്റെ 11 വരും. എന്നിട്ട് ഈ 15നെ എന്ത് ചെയ്യുക? 89ൻ്റെ അകത്തുനിന്ന് കുറയ്ക്കുക, 85ൻ്റെ അകത്തുനിന്ന് 11ഉം കുറയ്ക്കുക. ഓക്കെ, അപ്പം മിച്ചം കിട്ടുന്നത് എന്താണ്? 74. 74ൻ്റെ കൂടെ ആരെ ആഡ് ചെയ്യണം? 15 × 11 മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. ഓക്കെ, എന്ത് കിട്ടി? 7565. ഓക്കെ, ഇനി അടുത്തത് 91 × 98. എന്താണ്? 100 മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്നത് 91ൻ്റെ 9ഉം 98ൻ്റെ 2ഉം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഈ 98ൻ്റെ അകത്തുനിന്ന് 9 കുറയ്ക്കുക, അല്ലെങ്കിൽ 91ൻ്റെ അകത്തുനിന്ന് 2 കുറയ്ക്കുക. സോ 89 കിട്ടി. എന്നിട്ട് ഈ 9 × 2 എത്രയാണ്? 18 ആണ്. 91 × 98 കൺസിഡർ ചെയ്യുക. സോ 100ൻ്റെ അകത്തുനിന്ന് 98 പോയപ്പോൾ 2ഉം 91 പോയപ്പം 9ഉം കിട്ടി. ഓക്കെ, ഇനി ഈ 98ൻ്റെ അകത്തുനിന്ന് 9ഓ 91ൻ്റെ അകത്തുനിന്ന് 2ഓ കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? 89 കിട്ടും. രണ്ടിലേത് കുറച്ചാലും സെയിം ആൻസറാണ് കിട്ടുന്നത്. എന്നിട്ട് ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. സോ നേരത്തെ കേസിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇങ്ങനെ ആഡ് ചെയ്ത് എഴുതിയത്. അതായത് 54 + 304 എന്ന് ചെയ്തത്. ഇവിടെ 2 ഡിജിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒപ്പം അങ്ങ് എഴുതി. ഓക്കെ, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഡിജിറ്റാണ് ആൻസർ വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ എഴുതിക്കോണം. ഇനി അടുത്തത് 97 × 85. ഇതുപോലെ തന്നെ 100ൻ്റെ അകത്തുനിന്ന് കുറച്ചു. എന്ത് കിട്ടി? 15 കിട്ടി, 3 കിട്ടി. 100 - 85 എന്ന് പറയുന്നത് 15ഉം 100 - 97 എന്ന് പറയുന്നത് 3ഉമാണ്. എന്നിട്ട് ഈ 15നെ ഞാൻ 97ൻ്റെ അകത്തുനിന്ന് കുറച്ചു, അല്ലെങ്കിൽ 85ൻ്റെ അകത്തുനിന്ന് 3 കുറച്ചാൽ മതി, 82 കിട്ടി. എന്നിട്ട് 15 × 3 എന്താണ്? 45. 3 ഡിജിറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ അതുപോലെ തന്നെ ഒന്നും ചെയ്യാതെ എഴുതി. ഓക്കെ, സോ അടുത്തത് 82 × 82 ആണ്. സോ 100ൻ്റെ അകത്തുനിന്ന് 82 മൈനസ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? 18.
രണ്ടും 82 ആയതുകൊണ്ട് 18 നമുക്ക് എഴുതാമല്ലോ. എന്നിട്ട് ഈ 82ൻ്റെ അകത്തുനിന്ന് ഈ 18നെ സബ്ട്രാക്ട് ചെയ്തു. എന്ത് കിട്ടി? 64 കിട്ടി. ഓക്കെ. എന്നിട്ട് 18 × 18 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 324 കിട്ടി. 3 ഡിജിറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ ആഡ് ചെയ്ത് എഴുതി. ആഡ് ചെയ്ത് എഴുതിയപ്പോൾ എന്ത് കിട്ടി? 6724 കിട്ടി.